ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിമുട്ടയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനിടെ 4 കോഴിമുട്ടയും 3 നേന്ത്രപ്പഴവും എടുത്തിട്ടുണ്ട്. കോഴിമുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം, അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരമാണ്. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൽപ്പൊടി നമ്മൾ ഈ മുട്ടയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കലങ്ങി കിട്ടാൻ കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പാലിലോട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി നിറച്ചെടുത്തിട്ട് പാലിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഒരു 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരും. ഇപ്പോൾ നോക്കാം, നന്നായിട്ടിത് മെൽറ്റായി, പഞ്ചസാരയൊക്കെ മെൽറ്റായി മുട്ടയൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. നമ്മൾ പാൽപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് പാലാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 4 അത്യാവശ്യം വലിയ മുട്ട എടുക്കുന്ന സമയത്ത് ഇതേപോലെ 1/2 കപ്പ് പാല് കറക്റ്റ് പാകമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് പാലുകൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിവിടെ നീക്കി വെക്കാം. ഇനി ഇതേപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണോളം വരുന്ന നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആ 3 നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ചെറുതായിട്ടോ അല്ലെങ്കിൽ ഒന്ന് വലുതായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ അത് നേന്ത്രപ്പഴം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 10 ഈത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, ഈത്തപ്പഴമാണ് നമ്മൾ മധുരത്തിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈത്തപ്പഴം തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈത്തപ്പഴം കൂടി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. അപ്പം ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ കൂടെ എടുത്തിട്ടുണ്ട്, ഫ്രഷായിട്ട് ചിരകിയിട്ടുള്ള തേങ്ങ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയുടെ ആ ഒരു കളറൊന്നും മാറേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വറ്റിയാൽ മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. കുറേ നേരം ഇട്ട് വഴറ്റി അത് തേങ്ങ ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. തേങ്ങ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഇത്രയും മതിയാകും. അപ്പോൾ ചൂടൊക്കെ ഇവിടെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. ബ്രെഡിന് ഞാനൊരു കറക്റ്റ് അളവ് പറയുന്നില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് ആ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് നമുക്കിതിലേക്ക് ബ്രെഡ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് മതിയെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തോണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. മകൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ല, ചെറുങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുന്നല്ലാതെ കൂടുതലാണെങ്കിൽ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നായിട്ട് നമുക്ക് ആ മുട്ടയുടെ മിക്സിലൊന്ന് മുക്കുക. എന്നിട്ട് നമ്മളെടുത്തിട്ടുള്ള പാത്രത്തിന് നടുക്ക് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ളത് ഈ സൈഡിലേക്ക് ഇങ്ങനെ ചുറ്റോറും വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു വലിയ പാത്രമാണ്. അപ്പോൾ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ ബ്രെഡിൻ്റെ ആവശ്യം വരില്ല. എന്നൊരു ചെറിയ രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വലിയ പാത്രം ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അളവിൽ ബ്രെഡൊക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ഈ മുട്ടയും ഒക്കെ കൂടുതൽ വേണ്ടി വരും. ചെറിയ പാത്രത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളും അതുപോലെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ആദ്യത്തെ ലെയറൂടെ ബ്രെഡ് കൊണ്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതിയല്ലോ. ബ്രെഡും നേന്ത്രപ്പഴവും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. പിന്നെ ഈത്തപ്പഴം ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള ബാക്കി ബ്രെഡ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ആ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് അതേപോലെ ഒന്ന് ആ മുകളിലത്തെ ഭാഗങ്ങളൊന്നും കാണാത്ത രീതിയിൽ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതിയാകും.
എനിക്ക് ഈ ബ്രെഡ് കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയത്. അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എല്ലാതും അതിൻ്റെ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്, പുറത്തേക്ക് കാണുന്ന ഭാഗമൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ സൈഡിൽ കൂടി ആദ്യം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നടുക്ക് ഒഴിച്ചു കൊടുക്കുക, സൈഡിൽ കൂടി മാക്സിമം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതിന് ശേഷം നമ്മളിതൊരു 20 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പഴയ ദോശക്കല്ലാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പാത്രം എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലിഡ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുക. അടച്ചിട്ട് അതിൻ്റെ ഹോൾ ഉണ്ടെങ്കിൽ ഹോളും കൂടി ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് ഒരു ഭാഗം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കുക്കിംഗ് ടൈം വരിക. അപ്പോൾ അത് എനിക്കൊരു 20 മിനിറ്റ് കൊണ്ടാണ് ഇത് റെഡിയായി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് മറിച്ചിടാനായിട്ട് വേറൊരു പാൻ എടുത്തിട്ട് അതിലൊരു അല്പം നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പുറം ഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. മറ്റേ ആ ദോശക്കല്ലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആയി കിട്ടും. അപ്പോൾ നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രേ വന്നിട്ടുള്ളൂ കേട്ടോ, കരിഞ്ഞൊന്നും പോയതല്ല, മൂത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ബ്രെഡും അതുപോലെ തന്നെ മുട്ടയും പഴവും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മളൊരു പുതിയ ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്, സമാമ വേൾഡ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.